ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റൂട്ട്സ് ആൻഡ് റൂട്ട്സ് ഓസി ബ്ലോഗ്. നമ്മളിപ്പം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിമെൻഷ്യ റെസിഡൻസ് ഇൻ ഏജ് കെയർ ഫെസിലിറ്റി. അപ്പൊ നമുക്കറിയാം, നമ്മൾ ലാസ്റ്റ് എപ്പിസോഡ്സിലൊക്കെ പറഞ്ഞു, നമ്മൾ നഴ്സിംഗ് ഹോമിൽ കൂടുതലായിട്ടും ഡീൽ ചെയ്യുന്നത് ഡിമെൻഷ്യ റെസിഡൻസിനെ ആയിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഡിമെൻഷ്യ, ഡിമെൻഷ്യയുടെ സയൻസ് സിംറ്റംസ് അല്ലെങ്കിൽ ഡിമെൻഷ്യ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നഴ്സസ് ഇൻ ഡിമെൻഷ്യ മാനേജ്മെന്റ്. അപ്പം നമ്മൾ ഇന്ന് ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു നമ്മൾ കൂടുതലായിട്ടും ഡീൽ ചെയ്യുന്ന ഡിമെൻഷ്യ റെസിഡൻസിനെയാണ് നഴ്സിംഗ് ഹോമിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്റർവ്യൂസിന് ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് ഡിമെൻഷ്യ ആൻഡ് ഡിമെൻഷ്യ മാനേജ്മെന്റ്. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ എന്തൊക്കെയാന്ന് നോക്കാം. Dementia is a kind of cognitive impairment. It includes memory loss, poor judgment, confusion, wandering. അപ്പൊ നമുക്കറിയാം, ഈ ഡിമെൻഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം നമ്മുടെ ഒരു മെമ്മറീനെ അഫക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ തിങ്കിങ് എബിലിറ്റീനെ അത് ബാഡ്ലി അഫക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മെമ്മറി, അതുപോലെ തന്നെ കൺഫ്യൂഷൻ, ജഡ്ജ്മെന്റ്, ഇന്ന ആ ഒരു ഇംബാലൻസ് ആണ് നമുക്ക് കൂടുതലായിട്ടും ഈ ഡിമെൻഷ്യ റെസിഡൻസിൽ കാണാൻ പറ്റുന്നത്. അടുത്ത് നമുക്ക് നോക്കാം, വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് ഡിമെൻഷ്യാസ്. അതായത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അല്ലെങ്കിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഡിമെൻഷ്യയുടെ ഒക്കെ സയൻസ് ആൻഡ് സിംറ്റംസ് എപ്പോഴും കോമൺ ആയിരിക്കും. അതിന്റെ ജസ്റ്റ് നെയിംസ് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. കാരണം ഇപ്പൊ ഇന്റർവ്യൂ പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ അവർ നമ്മളോട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കത്തില്ല. അപ്പൊ ഒന്നാമത്തെയാണ് അൽസൈമേഴ്സ് ഡിമെൻഷ്യ. അതാണ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡിമെൻഷ്യ ആണ്. അത് കൂടാണ്ട് തന്നെ നമുക്ക് പലതരത്തിലുള്ള ഡിമെൻഷ്യ ഉണ്ട്. വാസ്കുലർ ഡിമെൻഷ്യ, മിക്സ്ഡ് ഡിമെൻഷ്യ, ഫ്രന്റോ ടെമ്പറൽ ഡിമെൻഷ്യ. ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്ന ടൈപ്പ് ഓഫ് ഡിമെൻഷ്യാസ്. അപ്പൊ നമുക്കൊരു സംശയം തോന്നും, ഈ ഡിമെൻഷ്യ എന്ന് പറയുന്നത് ഒരു ട്രീറ്റബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണോ അല്ലേ നമുക്ക് തോന്നും അല്ലെ. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാം. ഡിമെൻഷ്യ ഇസ് എ കൈൻഡ് ഓഫ് ചലഞ്ചിങ് ഡിസീസ് ആണ്. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിമെൻഷ്യനെ നമുക്ക് ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ബട്ട് അതിന്റെ സയൻസ് ആൻഡ് സിംറ്റംസിനെ നമുക്ക് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ചലഞ്ചിങ് ഡിസീസ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ അമ്മച്ചിമാരെ എല്ലാം നമ്മൾ അവർക്ക് കൂടുതലായിട്ട് കെയർ ലഭിക്കാൻ വേണ്ടി നമ്മൾ അവരെ ഈ ഓൾഡ് ഏജ് ഹോം ഫെസിലിറ്റീസിലൊക്കെ കൊണ്ടുപോയി ആക്കുന്നത്. കാരണം ആ കണ്ടീഷൻ നമുക്ക് ഉറപ്പാണ് ഒരിക്കലും അവർക്കൊരു ബാക്ക് ടു നോർമൽ കണ്ടീഷനിലേക്ക് വരാനായിട്ട് സാധിക്കത്തില്ല. അടുത്ത് നമുക്ക് നോക്കാം, കോമൺ സയൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഡിമെൻഷ്യ. നമ്മൾ പറഞ്ഞു ഇതൊരു കൊഗ്നിറ്റീവ് ഇമ്പയർമെന്റ് ആണ് അല്ലെ. അപ്പം അതിന്റെ സയൻസ് ആൻഡ് സിംറ്റംസും റിലേറ്റഡ് ടു നമ്മുടെ കൊഗ്നിറ്റീവ് സ്റ്റെബിലിറ്റിനെ അനുസരിച്ചിരിക്കും. അപ്പൊ നമ്മൾ പറയുവാണെങ്കിൽ കോമൺ സയൻസ് ആൻഡ് സിംറ്റംസ് പറയാവുന്നതാണ്. ഫസ്റ്റ് വൺ ആണ് അഗ്രഷൻ, അജിറ്റേഷൻ, അതുപോലെ തന്നെ പുവർ മെമ്മറി, കൺഫ്യൂഷൻ, വാണ്ടറിങ്, റിഫ്യൂസൽ ഓഫ് ഫുഡ് ആൻഡ് ഫ്ലൂയിഡ് ആസ് വെൽ ആസ് മെഡിക്കേഷൻ. പിന്നെ കൂടുതലായിട്ട് നമുക്ക് കണ്ടുവരാൻ പറ്റുന്ന ഒരു ഇതാണ് അതുപോലെ തന്നെ പുവർ ജഡ്ജ്മെന്റ്. അതായത് അവർക്ക് നല്ല ഒരു ജഡ്ജ്മെന്റൽ സ്റ്റെബിലിറ്റി അവർക്ക് വളരെ കുറവായിരിക്കും. അവർക്ക് നല്ല രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിങ്ങിനുള്ള സ്കിൽസ് ഒക്കെ അവർക്ക് കുറവായിരിക്കും. പിന്നെ ഉള്ളതാണ് ഇമോഷണൽ അൺസ്റ്റഡി. എപ്പോ വേണേലും അവരുടെ ആ ഒരു സ്റ്റെബിലിറ്റി അവർക്ക് മാറിപ്പോകാം. ഒരു ഇമോഷണലി അവര് അൺസ്റ്റേബിൾ ആയിരിക്കും. അടുത്ത് നമുക്ക് നോക്കാം, എങ്ങനെ നമുക്ക് ഈ സയൻസ് ആൻഡ് സിംറ്റംസിനെ മാനേജ് ചെയ്യാം. നമ്മൾ പറഞ്ഞു ഇതൊരു ക്യൂറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന അവരുടെ ഈ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ സയൻസ് ആൻഡ് സിംറ്റംസിനെ എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് പോകാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു അവർക്ക് പുവർ മെമ്മറി ആയിരിക്കും അല്ലെ. അപ്പൊ അവരുടെ ആ മെമ്മറീനെ നമുക്ക് ബാക്ക് ടു നോർമലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ അമ്മച്ചിമാരുടെ ഒക്കെ റൂമിലേക്ക് നമ്മൾ ചെല്ലുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അവരുടെ ചൈൽഡ്ഹുഡ് മുതലുള്ള ഫോട്ടോസും അതുപോലെ തന്നെ അവരുടെ സൺ, ഗ്രാൻഡ് സൺ, അങ്ങനെ എല്ലാവരുടെയും ഫോട്ടോസ് ഒക്കെ അവരുടെ റൂമിൽ വോളിലൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് കാണുമ്പോൾ ഇവർ പഴയ ആ ഒരു മെമ്മറി ഇവർക്ക് വരും. അതോടൊപ്പം തന്നെ അവരുടെ റൂമിൽ നമുക്ക് അറിയാൻ പറ്റും ഡിമെൻഷ്യ ക്ലോക്ക് എന്നും പറഞ്ഞ ഒരു ക്ലോക്ക് കാണും. കാരണം അതിലിങ്ങനെ നല്ല ചില ക്ലോക്കൊക്കെ ഡിജിറ്റൽ ആയിരിക്കും, ചില ക്ലോക്കിലെ ടൈം, അതുപോലെ തന്നെ അന്നത്തെ ദിവസം മോർണിംഗ് ആണോ ആഫ്റ്റർനൂൺ ആണോ, അങ്ങനെ എല്ലാം, ഇന്ന് വെതർ എങ്ങനെയാണ്, സണ്ണി ആയിട്ടുള്ള വെതർ ആണോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ആ ക്ലോക്കിൽ കാണും. അതാണ് ഡിമെൻഷ്യ ക്ലോക്ക് എന്ന് പറയുന്നത്. അത് അവർക്ക് വളരെ യൂസ്ഫുൾ ആണ്. അത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് തന്നെ മറ്റൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ കാര്യങ്ങളെല്ലാം മെമ്മറൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു എന്താ പറയുക, ഒരു ഷോർട്ട് ടൈം ആയിട്ട് നമുക്ക് അവരുടെ മെമ്മറിനെ ബാക്ക് ടു നോർമലിലേക്ക് കൊണ്ടുവരാണ്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു തരം ടൂൾസ് ആണ്. അടുത്ത നമുക്ക് കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ നമ്മൾ ഈ ഡിമെൻഷ്യ ആയിട്ടുള്ള റെസിഡൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യണം നമ്മൾ അവരോട് എപ്പോഴും
സ്ലോ ആയിട്ടായിരിക്കണം ടോക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നല്ല നോർമൽ ആയിട്ടുള്ള, അതായത് ഈസി ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കണം അവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വളരെ സ്ലോ ആയിട്ട് വളരെ ക്ലിയർഫുൾ ആയിട്ട് വേണം നമ്മൾ അവരോട് സംസാരിക്കാൻ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം അല്ലെ. ചില സമയത്ത് നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാണ്ട് വരും. ആ സമയത്തൊക്കെ നമുക്ക് അവർക്ക് ഇങ്ങനെ ആംഗ്യ ഭാഷകൾ കാണിച്ചുകൊണ്ട് നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ക്യൂ കാർഡ്സുകൾ ഉപയോഗിക്കാൻ പറ്റും. ക്യൂ കാർഡ്സ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പിക്ചേഴ്സോ ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ലെറ്റേഴ്സിന്റെ ഒക്കെ ഫോമിലോ ഒക്കെ ആയിട്ട് നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഒരു ഗുഡ് ലിസണർ ആയിരിക്കണം. ചിലപ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവത്തില്ല. നമ്മൾ ഈ ഡിമെൻഷ്യ റെസിഡന്റുമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവരെന്നാ പറയുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവത്തില്ല അല്ലെ. ആ സമയത്ത് നമ്മളൊരു ഗുഡ് ലിസണർ ആയിരിക്കണം. അത് അവർക്ക് കൂടുതലായിട്ടൊരു സേഫ്റ്റി ഫീലിംഗ് ഉണ്ടാക്കും. അവർക്ക് തോന്നും ഒരാൾ എന്നെ കേൾക്കുന്നുണ്ടല്ലോ, അപ്പൊ അവർ നമ്മളോട് കൂടുതൽ അറ്റാച്ച്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുവിധം അവരുടെ ഇങ്ങനെയുള്ള അജിറ്റേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. പിന്നെ എപ്പോഴും നമ്മൾ കെയർഫുൾ ആയിരിക്കേണ്ട ഒരു കാര്യമാണ് നെവർ ആർഗ്യൂ വിത്ത് ഡിമെൻഷ്യ റെസിഡന്റ്. അവരെന്നാ പറയുന്നത് അറിയത്തില്ല. ചില സമയത്ത് പെട്ടെന്ന് അവർ അജിറ്റേറ്റ് ആയിട്ട് വരും. ചില സമയത്ത് നമ്മളുമായിട്ട് ഭയങ്കരമായിട്ട് ആർഗ്യുമെന്റിന് വരും. അപ്പോഴൊന്നും അത് ശരിയല്ല എന്ന് അറിയാമെങ്കിൽ കൂടി നമ്മൾ ഒരിക്കലും അവരുമായിട്ട് ആർഗ്യുമെന്റിന് പോകരുത്. പകരം അവരോട് നല്ല ഒരു ലിസണർ ആയിട്ട് അവരുടെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഒരു പ്രൈവറ്റ് പ്ലേസിൽ കൊണ്ടുപോയി ഇരുത്തി നമ്മൾ അവരുമായിട്ട് പ്രോപ്പർ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടത്തണം. അതാണ് നമ്മുടെ മെയിൻ ആയിട്ട് നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡ്. അടുത്തതാണ് അവരുടെ സേഫ്റ്റി. നമുക്കറിയാം ഈ ഡിമെൻഷ്യ റെസിഡൻസ് മെമ്മറി ലോസ് ഉള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവർക്ക് ചില ബാലൻസിലൊക്കെ അവർക്ക് സ്റ്റെബിലിറ്റി അൺസ്റ്റഡി ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഹൈ റിസ്ക് ഓഫ് ഫോൾസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അബ്സ്കോണ്ടിങ് സ്കില്ല് കൂടുതലായിരിക്കും. കാരണം അവർക്ക് ഒരു കൺഫ്യൂഷൻ ആണല്ലേ, അവർക്ക് എപ്പോഴും ഒരു അഗ്രസീവ് ബിഹേവിയർ ആണ് കൂടുതലും കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ എപ്പോഴും എസ്കേപ്പ് എന്നുള്ള ഒരു ചിന്താഗതി വരുന്നത്. ഈ മിക്കവാറും നഴ്സിംഗ് ഹോംസിലൊക്കെ മിക്ക ഡോറിലും ഒക്കെ നമുക്ക് നമ്പർ ലോക്സ് ആയിരിക്കും കാണുന്നത്. അവരിങ്ങനെ മാക്സിമം എല്ലാ ടൈപ്പ് നമ്പർ മിക്കവാറും നമ്മൾ ഈ ഡിമെൻഷ്യയുള്ള റെസിഡന്റ് നോക്കി അവർ എപ്പോഴും ഡോറിന്റെ സൈഡിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. കാരണം അവർ പല നമ്പർ ട്രൈ ചെയ്ത് നോക്കുന്നത്. അവർക്ക് ഭയങ്കര ബുദ്ധിയാണ്. അപ്പം ചില നമ്പറൊക്കെ ലക്ലി ചിലപ്പോൾ അത് കറക്റ്റ് ആയിരിക്കും. അങ്ങനെ അബ്സ്കോണ്ട് ആയിട്ട് പോകുന്ന റെസിഡൻസ് ഒക്കെ നഴ്സിംഗ് ഹോമിലുണ്ട്. സോ നമ്മൾ വളരെ കെയർഫുൾ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അവർക്ക് സൂപ്പർവിഷൻ കൊടുക്കണം. അതുപോലെ തന്നെ അവർക്ക് സേഫ്റ്റി ചെക്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യണം. പിന്നെ അവർക്ക് ഫോൾ റിസ്ക് കൂടുതലാണ്. കാരണം അവർക്ക് മെമ്മറി ലോസ് ഉണ്ട്. അതുപോലെ തന്നെ ബാലൻസ് സ്റ്റെബിലിറ്റി ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവർക്ക് ഫോൾ പ്രിവെന്റീവ് മെഷേഴ്സ് ആയിട്ടുള്ള എല്ലാം തന്നെ അവരുടെ റൂമിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവർക്ക് മെമ്മറി ലോസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി വരുന്ന സാധനങ്ങളെല്ലാം തന്നെ അവരുടെ റൂമിൽ ഈസി ടു ആക്സസ്, അവർക്ക് കൈയെത്തിപ്പെടാവുന്ന ദൂരത്തിലായിരിക്കണം നമ്മൾ അതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കേണ്ടത്. അടുത്താണ് നമുക്ക് ഓഫർ ബിഹേവിയർ സപ്പോർട്ട്. നമുക്കറിയാം ഈ ഡിമെൻഷ്യ ആയിട്ടുള്ള പേഷ്യൻസിന് വളരെ ബിഹേവിയറൽ ചേഞ്ചസ് കൂടുതലായിരിക്കും. നമ്മൾ പറഞ്ഞു പെട്ടെന്ന് അഗ്രഷൻ ആയിരിക്കും, പെട്ടെന്ന് കാമായിരിക്കും, ചില ദിവസങ്ങളിൽ വളരെ ഹാപ്പി ആയിരിക്കും, ചില ദിവസം ഭയങ്കര സാഡ് ആയിരിക്കും, ചില സമയത്ത് ഒരാളോട് മാത്രം ഒരുതരം എന്താ പറയുക ഒരു റിവഞ്ച് ഒക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് എപ്പോഴും ഒരു ബിഹേവിയറൽ ചാർട്ട് നമ്മൾ അവർക്ക് മോണിറ്റർ ചെയ്യണം. എങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് അവർക്ക് അഗ്രസീവ് ആകുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ഷിഫ്റ്റിൽ എത്ര വട്ടം ഇവർ അഗ്രസീവ് ബിഹേവിയർ കാണിച്ചു, അത് അവരുടെ ട്രീറ്റ്മെന്റ് പ്ലാനിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യണം. അതുപോലെ തന്നെ മാക്സിമം നമ്മൾ നോൺ ഫാർമക്കോളജിക്കൽ മെഷേഴ്സുകൾ ട്രൈ ചെയ്യുക. നോൺ ഫാർമക്കോളജിക്കൽ മെഷേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരിക്കലും മെഡിക്കേഷൻ അല്ല. അതിന് പകരമായിട്ട് നമുക്ക് അവർക്ക് ഡൈവേഷണൽ തെറാപ്പീസ് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ അവരെ മെഡിറ്റേഷനിലും വേണ്ടി കൂട്ടിക്കൊണ്ട് പോകാം. ചിലപ്പോൾ നമുക്ക് അവരെ പലതരത്തിലുള്ള ഗെയിമുകളിൽ എൻഗേജ് ആക്കാം. ചിലപ്പോൾ മറ്റുള്ള ഏതെങ്കിലുമൊക്കെ അവരുടെ ഫ്രണ്ട്സുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ഒരു ചാൻസ് ഒരുക്കി കൊടുക്കാം. അപ്പൊ ഈ മെത്തേഡ്സ് ഒക്കെ അവർക്ക് കൂടുതലായിട്ട് അവരുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ന്യൂട്രീഷൻ ആൻഡ് ഹൈഡ്രേഷൻ ബാലൻസ്. അതായത് നമുക്കറിയാം ഈ ഡിമെൻഷ്യ റെസിഡന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകതയാണ് അവരെല്ലാത്തിനോടും റെഫ്യൂസൽ ആയിരിക്കും. ചില സമയത്ത് ഫുഡ് ആൻഡ് ഫ്ലൂഡ് ഒക്കെ റെഫ്യൂസ് ചെയ്യും. അത് ചിലപ്പോൾ നോയിങ്ലി അൺനോയിങ്ലി ആയിരിക്കും പറയാൻ നമുക്ക് ഉറപ്പില്ല. ചിലപ്പം വിശന്നിട്ടായിരിക്കും, വിശപ്പുണ്ടായിരിക്കും, വേണ്ടാന്ന് പറയുന്നതായിരിക്കും. ചിലപ്പോൾ അവർ പർപ്പസ്ഫുള്ളി പറയുന്നതായിരിക്കും, ഒരു റിവഞ്ച് പോലെയൊക്കെ ആയിരിക്കും ചില സമയത്ത്. അപ്പൊ അവരെ നമുക്ക് എപ്പോഴും നമ്മൾക്ക് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ കൂടി നമ്മൾ അവർക്ക് അസിസ്റ്റൻസ് ഓഫർ ചെയ്യണം ഫുഡ് ആൻഡ് ഫ്ലൂഡിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു ഫുഡ് ആൻഡ് ഫ്ലൂഡ് ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ചിലപ്പോൾ അവർ നമ്മളോട് പറയും ഞാൻ ഇത്ര ലിറ്റർ വെള്ളം കുറച്ചു മുമ്പേ കുടിച്ചു. നമ്മൾ അവർക്ക് സത്യമായിരിക്കും അല്ലെ, പക്ഷെ അവർക്ക് മെമ്മറി ലോസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒരിക്കലും അവരെ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ അവർക്ക് വേണ്ട സൂപ്പർവിഷൻ കൊടുത്തു വേണം അവർ ഫുഡ് ആൻഡ് ഫ്ലൂയിഡ് ബാലൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ. അതുപോലെ തന്നെ ഓറൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചില സമയത്ത് ഈ ഡെന്റൽ ഇഷ്യൂസ് ഉള്ള റെസിഡൻസിന് ചിലപ്പം അവർക്ക് എന്തെങ്കിലും സോറായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അൾസർ ഫോർമേഷൻസ് ആയിരിക്കാം,
അല്ലെങ്കിൽ ഡെഞ്ചേഴ്സ് റിലേറ്റഡ് പ്രോബ്ലംസ് ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ഓറൽ കെയർ വളരെ കെയർഫുൾ ആയിരിക്കണം. ആ ഒരു കാരണം കൊണ്ടും അവർ ചിലപ്പോൾ ഫുഡ് ആൻഡ് ഫ്ലൂയിഡ് ഒക്കെ നമ്മൾ റെഫ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഓറൽ കെയറും അതുപോലെ തന്നെ ഡെന്റിസ്റ്റിന്റെ റിവ്യൂ ഒക്കെ നമ്മൾ അവർക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്ത് കൊടുക്കണം. അടുത്താണ് ഓഫർ പേഴ്സണൽ കെയർ. നമ്മൾ ഈ ഡിമെൻഷ്യ ആയിട്ടുള്ള റെസിഡൻസിന്റെ പേഴ്സണൽ കെയറിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ അവർക്ക് എപ്പോഴും ഒരു അസിസ്റ്റൻസ് ഓഫർ ചെയ്യണം. അവര് ഇൻഡിപെൻഡന്റ് ആണെ കൂടെ നമ്മൾ അവർക്ക് ഓഫർ ചെയ്യണം. അതോടൊപ്പം തന്നെ അവരുടെ ഡിഗ്നിറ്റിയും പ്രൈവസിയും ഒക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഡെന്റൽ കെയർ ഇമ്പോർട്ടന്റ് ആണ്. അത് പേഴ്സണൽ ഹൈജീന്റെ ഒരു ഭാഗമാണ്. അത് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് അവരെ ഡീൽ ചെയ്യണം. അതുപോലെ തന്നെ അവർക്ക് ചോയ്സസുകൾ കൊടുക്കുക അല്ലെ. ഇപ്പൊ പേഴ്സണൽ കെയർ കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ചോയ്സ് കൊടുക്കുക. ഇപ്പൊ ചിലപ്പോൾ അവർക്ക് ഷവർ ചെയ്യുന്ന സമയത്ത് ഷവർ ജെല്ലായിരിക്കും യൂസ് ചെയ്യുന്നത്, ചിലർക്ക് സോപ്പ് ആയിരിക്കും. അതൊക്കെ അവരുടെ ചോയ്സ് ആണ്. അതോടൊപ്പം തന്നെ ഡ്രസ്സ്, ഇനിയിപ്പോ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന റെഡ് ആയിരിക്കും, അപ്പൊ അവർ പറയും എനിക്ക് ഐ പ്രിഫർ ടു വിയർ ബ്ലൂ ഡ്രസ് ടുഡേ. ഓക്കെ, നമ്മൾ അവർക്ക് ചോയ്സ് കൊടുക്കുക. കാരണം അതെല്ലാം അവരുടെ മെമ്മറിനെ കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്ന ആ ഒരു ടെൻഡൻസി ഒക്കെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സഹായിക്കുന്ന ഒരു മെത്തേഡാണ് അതെല്ലാം. അപ്പം അടുത്താണ് നമ്മൾ ട്രൈ ടു മെയിൻറ്റെയിൻ മോർ ഇൻഡിപെൻഡൻസി. അതായത് നമുക്ക് അവർക്ക് സപ്പോർട്ട് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു. എല്ലാ കാര്യത്തിലും നമുക്കൊരു സൂപ്പർവിഷൻ വേണം. അത് ചില കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ പറ്റുന്ന റെസിഡന്റ് ആണെങ്കിൽ നമുക്ക് അവർക്ക് ജസ്റ്റ് ഒരു സൂപ്പർവിഷൻ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ എല്ലാ കാര്യത്തിലും നമ്മൾ കയറി അവരെ എല്ലാത്തിലും ഒരു തരം ഡിപ്പെൻഡന്റ് ആക്കി മാറ്റുമല്ല ചെയ്യേണ്ടത്. ഇപ്പൊ അവർക്ക് തന്നെ ഷൂ ലൈസ് ഒക്കെ ടൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അവർക്ക് ചാൻസ് കൊടുക്കും. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു സൂപ്പർവിഷനിലായിരിക്കണം. അതോടൊപ്പം തന്നെ ഡ്രസ്സൊക്കെ ചിലർക്ക് തന്നെത്താൻ മുടിയൊക്കെ ചീവി സെറ്റായി ഡ്രസ്സൊക്കെ ചെയ്ത് മേക്കപ്പ് ഒക്കെ ഇടാനായിരിക്കും താല്പര്യം. നമ്മൾ അവരെ അതിനുവേണ്ടി എൻകറേജ് ചെയ്യണം. കാരണം അത് അവർക്ക് കൂടുതലായിട്ട് കോഗ്നിറ്റീവ് പരമായിട്ട് തിങ്ക് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി അവർക്ക് കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ ഈ ഡിമെൻഷ്യ എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റി പറയുമ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സബ് ഹെഡ് ആണ് നമ്മുടെ വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ഫോർ നഴ്സസ് ഇൻ ഡിമെൻഷ്യ മാനേജ്മെന്റ് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു ബീങ് എ നേഴ്സ് നമുക്ക് വളരെ നല്ല റോളാണ് ഡിമെൻഷ്യ റെസിഡന്റിനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു ചലഞ്ചിങ് കണ്ടീഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. വളരെ കെയർഫുൾ ആയിട്ടായിരിക്കണം നമ്മൾ ഡിമെൻഷ്യ റെസിഡൻസിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുകയാണെങ്കിൽ പ്രോപ്പർ അസസ്മെന്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു സഡൻ ആയിട്ട് ഒരു റെസിഡന്റ് അഗ്രസീവായി അല്ലെങ്കിൽ അവർ ഇമോഷണലി അൺസ്റ്റേബിൾ ആയെങ്കിൽ ഒരിക്കലും നമ്മൾ അത് ആ ഡിമെൻഷ്യ റെസിഡന്റ് അല്ലേ, അവരുടെ ബിഹേവിയർ അങ്ങനെയാണെന്ന് നമ്മൾ അവരെ ഒരിക്കലും ഇഗ്നോർ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ബീങ് എ നേഴ്സ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അവരെ പ്രോപ്പറായിട്ട് അസസ് ചെയ്യുക. ചിലപ്പോൾ അവര് പെട്ടെന്ന് അഗ്രസീവ് ആയത് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും പെയിൻ ഉണ്ടായിരിക്കാം, ഫിസിക്കൽ പെയിൻസ് ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഈ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ചില സമയത്ത് പേഷ്യന്റ് ഭയങ്കരമായിട്ട് അഗ്രസീവ് ആകും. ചിലപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല, അവർക്ക് വിശന്നിട്ടാ. പക്ഷെ അവർക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്കില്ലില്ല അല്ലെ. ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ അവർക്ക് അതിനെ എന്താ പറയണ്ടേ, ഇപ്പൊ എനിക്ക് വിശക്കുന്നു എന്ന് പറയാനായിട്ട് അവർക്ക് ആ ഒരു ടൈമിൽ പറ്റാണ്ട് പോകും. അതാണ് ഈ ഡിമെൻഷ്യ എന്ന് പറയുന്ന കണ്ടീഷന്റെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഇത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം എന്താ പറയാ, അവർക്ക് അവരുടെ കൺസേൺസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാണ്ട് പോകും. അത് നമുക്ക് പോലും ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിലപ്പുറം. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഓറഞ്ച് വേണം എന്നായിരിക്കും, പക്ഷെ എന്റെ വായിൽ നിന്ന് ഞാൻ പറയുന്നത് എനിക്ക് ആപ്പിൾ വേണം എന്നാ. അപ്പൊ ഓഫ് കോഴ്സ് ഞാൻ ചോദിക്കുന്നവർ എനിക്ക് ആപ്പിൾ കൊണ്ടുതരും. പക്ഷെ എന്റെ മൈൻഡിൽ ഞാൻ ഉദ്ദേശിക്കുന്ന അതല്ല. അതാ നമുക്ക് ആ ഒരു പറഞ്ഞ് പ്രതിഫലിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പറയാൻ പറ്റാത്ത കണ്ടീഷൻ വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനുമാണ്. ആ ഒരു കണ്ടീഷനാണ് ഡിമെൻഷ്യ റെസിഡൻസ് അനുഭവിക്കുന്നത് എക്സാക്ട്ലി. അപ്പം ബീങ് എ നേഴ്സ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് പ്രോപ്പറായിട്ട് അസസ്മെന്റ് ചെയ്ത് അതിന്റെ ട്രിഗറിങ് ഫാക്ടർ കണ്ടുപിടിക്കുക. എന്താണ്? ചിലപ്പോൾ പെയിൻ ആയിരിക്കാം, ചിലപ്പോൾ ഹങ്കർ ആയിരിക്കാം, ചിലപ്പം സയൻസ് ഓഫ് ഇൻഫെക്ഷൻ ആയിരിക്കാം, ചിലപ്പോൾ UTIയുടെ സ്റ്റാർട്ടിങ് ആയിരിക്കാം. അപ്പൊ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവരുമായിട്ട് പ്രോപ്പറായിട്ട് അസസ് ചെയ്തിട്ട് അവരുടെ ആ ഒരു എന്താണ് അവരെ ട്രിഗർ ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ഫാക്ടർ മനസ്സിലാക്കുക എന്നുള്ളത്. അടുത്താണ് നമുക്ക് ഓഫർ ഇമോഷണൽ സപ്പോർട്ട്. നമ്മൾ പറഞ്ഞു പേഷ്യന്റ് ഓൾറെഡി അഗ്രസീവ് ആകുമ്പോൾ നമ്മുടെ മെയിൻ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾക്ക് ഇമോഷണൽ സപ്പോർട്ട് ഓഫർ ചെയ്യാന്നുള്ളത്. കാരണം നമ്മൾ ചിലപ്പോൾ അവരെ ഒന്ന് ലിസൺ ചെയ്താൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൺസേൺസ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ അത് അവർക്ക് മീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം ഈ പേഷ്യന്റ് ക്യാൻ ബാക്ക് ടു നോർമൽ കണ്ടീഷൻ അല്ലെ. അപ്പം അത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ അടുത്തതാണ് നമ്മുടെ കെയർ പ്ലാൻ അപ്ഡേഷൻ. അതായത് ചില റെസിഡൻസിനൊക്കെ പർട്ടിക്കുലർ കൺസേൺസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ അവർക്ക് മെയിൽ കെയർ അസിസ്റ്റന്റ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ ഒരു ഫീമെയിൽ മാത്രമേ നോക്കാവുള്ളൂ. അങ്ങനെയൊക്കെ ചില കൺസേൺ കാണും. അപ്പൊ ഇതൊന്നും നമുക്ക് അറിയാം, പക്ഷെ നമ്മൾ ഇതൊന്നും കെയർ പ്ലാനിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഓഫ് കോഴ്സ് പുതിയൊരു സ്റ്റാഫ് വരുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു നഴ്സാണ് നമ്മൾ ഇതൊന്നും നോക്കത്തില്ല അല്ലെ. അപ്പൊ അവർ ആ ഒരു ഏരിയയിൽ പോകും, കെയർ കൊടുക്കും. സോ അത് ആ പേഷ്യന്റിന്റെ കണ്ടീഷനെ കൂടുതലായിട്ട് ട്രിഗർ ചെയ്യും. അതായിരിക്കും ചിലപ്പോൾ ആ പേഷ്യന്റിന്റെ കണ്ടീഷനെ ട്രിഗർ ചെയ്യാനായിട്ടുള്ള ഒരു കോമൺ ഫാക്ടർ. അപ്പൊ എന്ത് പറ്റും, നമുക്ക് ചിലപ്പോൾ ആ ഒരു ഷിഫ്റ്റ് ഫുള്ള് ഈ പേഷ്യന്റിന്റെ പുറകെ നടന്ന്
കാരണം ഡിമെൻഷ്യയിൽ നമുക്ക് എങ്ങനെയായിരിക്കും അവർ നമ്മളോട് ബിഹേവ് ചെയ്യാന്ന് പറയാൻ പറ്റാണ്ട് പോകും. അപ്പൊ പ്രോപ്പർ ആയിട്ട് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ കെയർ പ്ലാനിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അത് നമുക്ക് പ്രോപ്പർ ആയിട്ട് അവരുടെ അവരുടെ ആ ഒരു കൺസേൺസിനനുസരിച്ചുള്ള പ്രോപ്പർ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെയിൻ സ്റ്റാൻഡേർഡ് ആണെന്ന് തന്നെ പറയാൻ പറ്റും. നോട്ടിഫൈ GP and NOK about the current status of the patient or resident. നമുക്ക് പറയാം ഇപ്പൊ പേഷ്യന്റ് ഫ്രീക്വന്റ് ആയിട്ട് അഗ്രസീവ് ആയിക്കൊണ്ടിരിക്കുക, നമ്മൾ മെഡിക്കേഷൻസ് ഒക്കെ കൊടുക്കുന്നു അല്ലെങ്കിൽ ഇമോഷണൽ സപ്പോർട്ട് ഒന്നും കൊടുക്കുന്നില്ല, ഒരു ഷിഫ്റ്റിൽ തന്നെ 4-5 വട്ടം, അപ്പൊ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഒരു കൺസൾട്ടേഷൻ ആവശ്യം വരും. അത് ഉറപ്പായിട്ടും നമ്മൾ GP നോട്ടിഫൈ ചെയ്യണം. അതോടൊപ്പം തന്നെ പേഷ്യന്റിന്റെ ഈ ബിഹേവിയറൽ ഇഷ്യൂസ് ഒക്കെ നമ്മൾ ഫാമിലിനെ അപ്ഡേറ്റ് ആയിട്ട് അറിയിച്ചിരിക്കണം. കാരണം നമ്മളെ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ നമ്മളെയാണ് അവർ ആ റെസിഡന്റ് ഫുൾ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ബീങ് എ നേഴ്സ് നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവർക്ക് നമ്മൾ അവരുടെ മീറ്റിനനുസരിച്ചുള്ള അവരുടെ ആ കൺസേൺസിനനുസരിച്ചുള്ള പ്രോപ്പർ കെയർ കൊടുത്ത് അവരെ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പം നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് ഈച്ച് ആൻഡ് എവറി കണ്ടീഷൻ നമ്മൾ GPയും അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ഫാമിലിനെയും അറിയിക്കണം. അടുത്തത് മെയിൻറ്റെയിൻ എ പ്രോപ്പർ ബിഹേവിയറൽ ചാർട്ട്. നമ്മൾ പറഞ്ഞു ഓരോ എപ്പിസോഡിലും റെസിഡൻസിന് എന്തെങ്കിലും കൺസേൺസ് അല്ലെങ്കിൽ ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാണെങ്കിൽ നമ്മൾ അതെല്ലാം റെക്കോർഡ് ചെയ്യണം. എന്തായിരുന്നു അവരെ ട്രിഗർ ചെയ്തെന്നുള്ള ആ ഫാക്ടർ നമുക്ക് ആ ബിഹേവിയറൽ റെക്കോർഡ് നോക്കുമ്പോഴത്തേക്ക് നമുക്കത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയ ലഭിക്കും. അപ്പൊ ചിലപ്പോൾ നമുക്ക് അത് സോൾവ് ചെയ്ത് പോകാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ആ ഡിമെൻഷ്യ റെസിഡന്റിനെ ഒരു പരിധി വരെ നമുക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. ലാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് PRN മെഡിക്കേഷൻ. അപ്പൊ ഞാൻ ഒരിക്കലും പറയില്ല നമ്മൾ ഒരു പേഷ്യന്റ് പെട്ടെന്ന് വയലന്റ് ആയി എന്നും പറഞ്ഞു ഒരിക്കലും ചാടിക്കയറി നമ്മൾ ഒരു PRN മെഡിക്കേഷൻ കൊടുത്തവരെ സെറ്റിൽ ചെയ്യാൻ നോക്കരുത്. നമുക്ക് തോന്നും അല്ലെ ആ മെഡിക്കേഷൻ ഉണ്ടല്ലോ, അപ്പൊ മെഡിക്കേഷൻ കൊണ്ട് നമുക്ക് പേഷ്യന്റിന്റെ കണ്ടീഷൻ നമുക്ക് ബാലൻസ്. അങ്ങനെയല്ല. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് ഒരിക്കലും ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത ക്യൂർ ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ അല്ലേ. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് മെഡിക്കേഷൻ കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. അവർ ഒത്തിരി ഓവർ മെഡിക്കേറ്റഡ് ആയി പോകും. കാരണം അതാണല്ലോ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ചോയ്സ്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ ഫസ്റ്റ് നമ്മൾ നോൺ ഫാർമക്കോളജിക്കൽ മെഷേഴ്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കണം. അതുകൊണ്ട് ഇഫക്റ്റ് ഒന്നും കിട്ടുന്നില്ല എങ്കിലും നമുക്ക് ഓഫ് കോഴ്സ് PRN നമുക്ക് ട്രൈ ചെയ്യണം. അല്ലെങ്കിൽ ചില കണ്ടീഷൻസിലൊക്കെ റെസിഡൻസ് ഭയങ്കര അഗ്രസീവ് ആയിരിക്കും. നമുക്ക് നോൺ ഫാർമക്കോളജിക്കൽ മെഷേഴ്സ് ഒന്നും അവർക്ക് നമുക്ക് ഇമോഷണൽ സപ്പോർട്ട് ഒന്നും കൊടുക്കാനുള്ള ഒരു ചാൻസേ കിട്ടത്തില്ല. അതിനു മുമ്പ് നമ്മളുടെ കാര്യം തീരുമാനമാവും. അപ്പൊ ആ കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഓഫ് കോഴ്സ് PRN ഡയറക്റ്റ് നമുക്ക് ട്രൈ ചെയ്യാം. അത് അവർക്ക് കൊടുക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം റെഫ്യൂസൽ ടെൻഡൻസി അവർക്ക് വളരെ കൂടുതലായിരിക്കും. അപ്പൊ ബീങ് എ നേഴ്സ് എന്റെ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ എന്റെ ഒരു എക്സ്പീരിയൻസിന്റെ ബേസ് ഞാൻ പറയുവാണെങ്കിൽ നമ്മൾ ചാടിക്കേറി PRN കൊടുക്കാതെ ചിലപ്പോൾ നമുക്കൊരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ട് കൊടുത്ത് അല്ലെങ്കിൽ അവരെ ഒന്ന് ലിസൺ ചെയ്ത അല്ലെങ്കിൽ അവരെ അഫക്ട് ചെയ്യുന്ന ആ ഒരു കോൺട്രിബ്യൂട്ടീവ് ഫാക്ടേഴ്സും മനസ്സിലാക്കി അത് നമുക്ക് ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റുവാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് PRN മെഡിക്കേഷൻ ഇല്ലാതെ തന്നെ ഡിമെൻഷ്യ റെസിഡൻസിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് നമുക്ക് ഹാൻഡിൽ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഡിമെൻഷ്യ റിലേറ്റഡ് ടോപ്പിക് ആണ്. ഇതൊരു വാസ്റ്റ് ആയിട്ടൊരു ടോപ്പിക് ആണ്. പക്ഷെ അതില് നമ്മൾക്ക് ഇന്റർവ്യൂ പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള പോയിന്റുകൾ മാത്രമാണ് നമ്മൾ ഇന്ന് കവർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുവയ്ക്കാൻ ആഗ്രഹമായിട്ടുണ്ടെങ്കിലോ നമുക്ക് കമന്റ് വഴി അറിയിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു PT-യുടെ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ഇപ്പൊ കൂടുതൽ ആൾക്കാരും മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് PT, OET പോലുള്ള കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും PT എക്സാം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ കോഴ്സുകൾ തേടി നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ എന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.